Good afternoon. Good afternoon. Good afternoon, ma'am. Prayer start ചെയ്തോളൂ കേട്ടോ. Prayer start ചെയ്തോളൂ കേട്ടോ. പ്രയറിന്റെ ആളില്ലേ? മാം ഞാൻ പറയാം, ഞാൻ ചെല്ലാം. ശരണം ദേവാ ശരണം ദേവാ ശരണം ശരണം ദേവാദിദേവാ. സർവശക്തനാണു നീ, സർവനന്മയാണു നീ, സർവസ്നേഹമാണു നീ, സർവവ്യാപിയാണു നീ. ശരണം ദേവാ ശരണം ദേവാ ശരണം ശരണം ദേവാദിദേവാ. ഓക്കെ, സൈൻ ഇൻ ആരാ? സൈൻ ഇൻ പറയാം. Okay. ഞാനൊരു കവിതയാണ് മാം ചൊല്ലണേ. ഇന്നത്തെ ഈ ഒരു സമൂഹത്തില് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കവിതയാണിത്. ആ കവിത ചൊല്ലിക്കഴിയുമ്പോൾ ഏകദേശം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്താണെന്നുള്ളത്. ആദ്യം കവിത ചൊല്ലാം, പിന്നെ ഞാൻ കാര്യത്തിലേക്ക് വരാം. തണുത്ത വണ്ടിപ്പാളത്തിൻ മടിയിൽ പുലർവേളയിൽ ഞരക്കം, നായയോ വണ്ടി തട്ടിച്ചാകാൻ കിടക്കയോ, കുനിഞ്ഞു നോക്കവേ കുഞ്ഞു മുഖമൊന്ന്, വിഴിഞ്ഞ കണ്ണിണയിൽ കണ്ണുനീർ കൈകൾ പൊക്കുന്നു ദീനദീനമായി. എടുക്കാനോ കരം നീട്ടി നീ വിളിക്കുന്നു, തങ്കമേ നിനക്കു പേടിയില്ലെന്നോ, പിശാചുക്കളെ ഞങ്ങളെ എടുക്കാം മെല്ലെ, നോവിക്കൊല്ലിതിനെ പൈതലല്ലയോ, കിടത്താം സൂര്യദേവന്റെ കാൽക്കൽ, കാണട്ടെ ഏവരും പെണ്ണാണ്, നഗ്നമാണല്ലോ കുഞ്ഞുമേനി, എറുമ്പുകൾ വന്നു മുട്ടുന്നിതക്ഷമം, എന്തു പറ്റി നമുക്കെന്നോ വാക്കെല്ലാം അസ്തമിക്കയാം, തൊണ്ട പൊട്ടുമിടർച്ചയ്ക്കും കരച്ചിലിനുമപ്പുറം, എന്തു പറ്റി ഇവൾക്ക് കൊടുങ്കാറ്റു കുടഞ്ഞിട്ട കിളിക്കുഞ്ഞെന്ന പോലവേ, പറയാൻ വായ് തുറക്കുന്നു കവിളോ കാർന്നു തിന്ന പോൽ. ഇത് സുഗതകുമാരിയുടെ എന്തു പറ്റി നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. അത് ഈ ഒരു സമൂഹത്തിനോടുള്ള ഒരു ചോദ്യമാണ്. ഈ അടുത്ത് നടന്നിട്ടുള്ള പീഡനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെല്ലാരും കാണുന്നത്. അപ്പൊ ആ നഗ്നമായിട്ടുള്ള ഒരു ചെറിയ ശരീരത്തില് ഉറുമ്പരിക്കുന്നത് കണ്ട ആ കവയത്രി നമ്മുടെ സമൂഹത്തിനോടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കവിതയാണിത്. താങ്ക് യു മാം. ശ്രീലക്ഷ്മിനെ കുറെ നാളായല്ലോ കണ്ടിട്ട്. ഉവ്വ് മാം, എനിക്ക് കുറെ നാളായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു, ബ്ലോക്ക് സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ഇപ്പൊ ഞാൻ അമ്മേനെ എന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. ഇപ്പൊ ട്രാവൽ ചെയ്യാറൊക്കെ ആയി. അപ്പൊ എന്റെ അടുത്തുണ്ട്. അപ്പൊ എനിക്കിപ്പോ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നുണ്ട്. ഇല്ല, ലെഫ്റ്റ് ആയി പോണോന്നൊക്കെ ഇടയിൽ തോന്നിയായിരുന്നു മാം. കുറെ ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റാതെ ആയപ്പോ ഇനി വേണോ കണ്ടിന്യൂ ചെയ്യണോന്നൊക്കെ തോന്നിയായിരുന്നു. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വന്നു.
നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് ഒരു ആൻസർ ഉണ്ടാവും അല്ലെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുന്നേറാനായിട്ട് നമ്മൾ എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ജയിച്ച് മുന്നേറാനായിട്ട് നോക്കാം കേട്ടോ. അതെ അതെ കാരണമാണ് തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എടുക്കുന്നത് ടെൻഡൻസീസ് ആണ് കേട്ടോ. സ്വന്തമായിട്ട് മാം ഗോഡ്സ് പറഞ്ഞില്ല. ഓക്കെ ഓക്കെ ഞാനെന്റെ ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് ഒരു പൂജ്യത്തിൽ നിന്നാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പൊ നമ്മള് ടെൻഡൻസീസ് പറഞ്ഞു നിർത്തിയത് PDF ഒന്ന് എടുക്കട്ടെ. ടെൻഡൻസീസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ എടുത്ത് നിർത്തിയത് വർക്ക് വരെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അയച്ചു കഴിഞ്ഞാല് മനസ്സിലായവരെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
വെച്ച് കഴിഞ്ഞോ? എന്താണ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എന്തായിരിക്കാം? പൂർണ്ണത പൂർണ്ണത പറഞ്ഞോ. ഉണ്ടായി. പൂർണ്ണത അല്ലെ? നമ്മളിപ്പോ ഒരു കാര്യം ഫോർ എക്സാമ്പിൾ പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്, ഞാനൊരു കാര്യം പറയട്ടെ. ശരിതാ. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ വിളിച്ചിരുന്ന അവര് കോളേജിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടേ, അപ്പൊ ഞാനൊന്ന് ലെഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നത് വരെ, അല്ലെങ്കിൽ എന്താണ് അത് നമ്മൾ ചെയ്യുന്നത് എന്താണോ ആ കാര്യം പെർഫെക്റ്റ് ആകുന്നത് വരെ നമ്മൾ ആക്ടിവിറ്റി നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒരു കാര്യം പെർഫെക്റ്റ് ആകുന്നത് വരെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതിനെയാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മളിലെല്ലാവരിലും എന്താണ് അറ്റൻഡൻസി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെ പെർഫെക്റ്റ് അല്ലെങ്കിൽ ആകുന്നത് വരെ നമ്മളിങ്ങനെ പ്രവർത്തി തുടർന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്കില്ല് അതിലൂടെ ഡെവലപ്പ് ആകുന്നുണ്ട് ഇല്ലേ എന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ഒരു കാര്യം പെർഫെക്ഷനിലേക്ക് എത്തുന്നത് വരെ നമ്മൾ എന്താണ് അത് ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഈ എന്താണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെ. നമ്മളെല്ലാവരും ഫ്രോക്ക്, അതുപോലെ ബ്ലൗസ്, അതുപോലെ ചുരിദാർ മെറ്റീരിയൽസ് ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ട് ഇല്ലേ. നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തയ്ക്കുന്നുണ്ട് എന്ന ആളുടെ അടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് ഇല്ലേ. ഒരു പെർഫെക്ഷൻ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാം, ആളുടെ അടുത്ത് നമ്മൾ കൊടുക്കാം അല്ലെ. 2-3 സ്ഥലത്ത് നമ്മൾ കൊടുത്തു നോക്കും. ഇനി അതില് 3 ആളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറയും എന്താണ്, കഴുത്ത്, ആലില കഴുത്ത് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസൈനിൽ വേണം, അല്ലെങ്കിൽ കൈ ഇത്രയും മതി, അല്ലെങ്കിൽ പഫ് കൈ ആയിരിക്കണം. നമ്മളിങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ തയ്ക്കുമ്പോ. എനിക്ക് ഇന്നത് വേണം, ഇതുപോലെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ആരാണോ പെർഫെക്റ്റ് ആക്കി ചെയ്യുന്നത് അയാളുടെ അടുത്താണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ്, കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഷൂവിന്റെ ലൈസ് കിട്ടുന്നത് എങ്ങനെയായിരിക്കാം? ആദ്യം ചിലപ്പോ എന്താണ് അവർ കെട്ടുമ്പോ ചിലപ്പോ എന്താണ് അവർക്ക് എങ്ങനെ അല്ലെ, 2 ചൈ എടുത്ത് നോക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല, ഇത് എങ്ങനെയാ കെട്ടുന്നതൊന്നും അവർക്ക് അറിയില്ല അല്ലെ. പിന്നീട് അവർ ചെയ്ത് പഠിച്ചിട്ടാണ് പെർഫെക്റ്റ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ 2 സൈഡിലും മുടിയൊക്കെ ഇങ്ങനെ മടന്നൊക്കെ കെട്ടിയിട്ട് റിബണൊക്കെ കെട്ടിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട് ഇല്ലേ. അങ്ങനെയല്ല എല്ലാവരും പോകുന്നത്. ഞാനൊക്കെ എങ്ങനെയാണല്ലോ പോയിരുന്നത്. അപ്പൊ എന്താണ്, ചില അമ്മമാരിങ്ങനെ മുടി കുറെ ഉള്ളവർക്ക് എന്താണ് മടക്കി ഇങ്ങനെ കെട്ടും. എനിക്കൊക്കെ മുടി കുറെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മ എന്ത് ചെയ്യും, മമ്മി മുടി മടക്കിയിട്ട് ഇടിച്ചിട്ട് മുടി മടക്കി ഇങ്ങനെ കെട്ടിത്തരും. അപ്പൊ റിബൺ കെട്ടുന്നത് എങ്ങനെയാണ്? ചിലവര് എന്താണ് ഇങ്ങനെ 2 രീതിയിൽ കെട്ടും അല്ലെ. ചിലവര് നല്ല പൂ ഷേപ്പിൽ കെട്ടാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല രീതിയിൽ ഒരു എന്താ പൂ പോലെ അല്ലെ, കുറെ ഇതളുകളുള്ള നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അല്ലെ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഒരു പെർഫെക്ഷൻ ആണ് അല്ലെ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു പെർഫെക്ഷൻ ഉണ്ട് തോന്നിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ എന്താ കുഞ്ഞുങ്ങള് നമ്പേഴ്സ് പഠിക്കുമ്പോ അല്ലെങ്കിൽ ആൽഫബറ്റ്സുകളൊക്കെ പഠിക്കുമ്പോ ആദ്യം എന്താണ് അവരെ പഠിപ്പിക്കുന്നത്? സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ ഒക്കെയാണ് അല്ലെ. പിന്നീടാണ് ഓരോ അക്ഷരങ്ങള്, നമ്പേഴ്സ്, ആൽഫബറ്റ്സുകളൊക്കെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പൊ അവരാദ്യം എ എന്ന് എഴുതുമ്പോ അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണ് ഇപ്പൊ ഒന്ന് പിന്നെ നമുക്ക് സ്റ്റാൻഡിങ് ലൈനിലൂടെ നമ്മൾ പഠിക്കും അല്ലെ. 2 എഴുതുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അവര് ചിലപ്പോ തോന്നിയ പോലെയൊക്കെ ഇങ്ങനെ എഴുതും അല്ലെ. അത് കഴിഞ്ഞിട്ട് അവർ എഴുതി പഠിച്ചു കഴിയുമ്പോഴാണ് അത് പെർഫെക്റ്റിലേക്ക് 2 എഴുതുന്നത് അല്ലെ. ഓരോ കാര്യങ്ങളായാലും ഇപ്പൊ മലയാള അക്ഷരങ്ങളായാലും അല്ലെ, അവർ എഴുതി ശീലിച്ച് അത് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടി പ്രാക്ടീസിലൂടെയാണ് ഇത് പെർഫെക്റ്റ് ആകുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പൊ പസിൽസ് ഒക്കെ കളിക്കുന്നത് അല്ലെ. റൂബിക്സ് ക്യൂബ് കളിക്കാറുണ്ടോ ആരെങ്കിലൊക്കെ?
ചെയ്യാറുണ്ടോ? മോള് ചെയ്യും, ഞാൻ ചെയ്യത്തില്ല. മോള് കറക്റ്റായിട്ട് ചെയ്യും. എന്റെ മോള് ചെയ്യും. ഞാൻ ചെയ്ത് നോക്കും മാഡം, പക്ഷെ എനിക്ക് ശരിയാവാറില്ല. നമുക്ക് ശരിയാവാറില്ല. അവര് കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് എന്താണ് അവർക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്, അല്ലെ? ചെയ്യില്ല അല്ലെ? നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മള് ചിലപ്പോ അതിന് തുനിയാറില്ല എന്ന് തന്നെ പറയാം അല്ലെ? അവരുടെ കൂടിയൊന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളും ചെയ്യും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല വേണം പറയാൻ അല്ലെ? ഓക്കെ, അപ്പോ അങ്ങനെ റുബിക്സ് ക്യൂബ് ഒക്കെ ചെയ്യുന്നത് ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇങ്ങനെ കറക്കി ചെയ്യുന്നത് കാണാം ഇല്ലേ? കറക്റ്റ് ആയിട്ട് 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ അത് സെറ്റ് ആക്കുന്നത് കാണാം അല്ലെ? അപ്പൊ എന്താണ് ടെക്നിക്ക് ഉണ്ട് മാം അത് ചെയ്യുന്നതിനുള്ള. എങ്ങനെയാണെന്ന് അറിയില്ല, എന്ത് ചെയ്തു കൊടുത്താലും മോള് പെട്ടെന്ന് ചെയ്തു തരും. അതിനെന്തോ ഒരു ഇക്വേഷൻ എന്തോ ഉണ്ടായി, ഒരു ടെക്നിക്ക് ഉണ്ട്. 4 ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പെർഫെക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഓരോ മനുഷ്യർക്കും എന്താണ് ആ ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്ത് പെർഫെക്റ്റ് ആകുന്നത് വരെ നമ്മൾ തുടർച്ചയായിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതുവഴി നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ആവും, കോൺസെൻട്രേഷൻ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങള് അതിലൂടെ നമുക്ക് സ്വായത്തമാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ക്രിയേറ്റിവിറ്റി അല്ലേ? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനുള്ള മനുഷ്യന്റെ ടെൻഡൻസി ആണ് ഇത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ? പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കാം. ഇപ്പോ ആർട്ട്, അല്ലെങ്കിൽ മ്യൂസിക്, സ്റ്റോറീസ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ എന്താണ് ഈ ക്രിയേറ്റിവിറ്റിയിലൂടെ ആണ് നമ്മൾ സാധിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ എന്തെങ്കിലും എന്താ പറയാ ഒരു വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി എന്താണ് ചിലപ്പോ പാട്ട് എഴുതാൻ പറയാം, അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ സോങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നാടകങ്ങൾ എഴുതുന്നത് ഇല്ലേ? ചിലവർക്ക് അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? ഓക്കെ, അതൊക്കെയാണ് എന്താണ് ക്രിയേറ്റിവിറ്റിയിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാനും പുതിയതായിട്ട് സൃഷ്ടിക്കാനുമുള്ള ഒരു മനുഷ്യന്റെ കഴിവിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് ഇൻഡിപെൻഡൻസ്. എന്താണ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാല്? സ്വാതന്ത്ര്യം. ഓക്കെ, എന്താണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? എന്താണ്? മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത നേടാനും അതുപോലെ തന്നെ സ്വയം കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനുഷ്യന്റെ കഴിവിന് അല്ലെ? ഓക്കെ, ഡിപെൻഡന്റ് അല്ല, എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയാനായിട്ടുള്ള കഴിവ് അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള കഴിവ് അല്ലെ? നമുക്ക് എന്താണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്താണ് സ്വയം പര്യാപ്തത നേടാനായിട്ടുള്ള ഒരു കഴിവ്. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ടെൻഡൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുഞ്ഞ് ഫുഡ് കഴിക്കുന്നത് അല്ലെ? ആദ്യം നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കുമ്പോ അങ്ങനെയൊക്കെ പോവോ അല്ലെ? നമുക്ക് കഴിക്കാൻ അറിയില്ല, പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് തന്നെ കഴിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുന്നത് അല്ലെ? നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കും, പിന്നീട് അവർ തന്നെ ചെയ്ത് ഷർട്ടിന്റെ ബട്ടണൊക്കെ കൃത്യമായിട്ട് ഇടാനായിട്ട് തുടങ്ങും അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ കുട്ടി വലുതാകുമ്പോ അല്ലെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്, പിന്നെ കുറച്ചുകൂടി വലുതാകുമ്പോൾ എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവന്റെ തന്നെ തീരുമാനങ്ങളായിരിക്കും അവൻ എടുക്കുന്നത് ഇല്ലേ? ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് ആവുകയാണ് ചെയ്യുന്നത് കുട്ടി. അപ്പൊ വളരെ തോറും എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടും എന്ത് കാര്യം തന്നെ സ്വയം ചെയ്യാനായിട്ട് അവര് തുടങ്ങുന്നു. അതാണ് ഇൻഡിപെൻഡന്റ് ടെൻഡൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതോടുകൂടി നമ്മുടെ 14 ടെൻഡൻസീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? 3 കാര്യങ്ങൾ പറഞ്ഞത് ക്രിയേറ്റിവിറ്റി, അതുപോലെ ഇൻഡിപെൻഡൻസ് പറഞ്ഞു, അതുപോലെ പെർഫെക്ഷൻ പറഞ്ഞു. ഓക്കെ, ആ ടേബിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അധികം നമ്മുടെ ടെൻഡൻസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോ എക്സാമ്പിൾസ്, ഓരോ ടേബിൾസിന്റെ ഫസ്റ്റ് ടേബിളിന്റെ എന്താ ഹെഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 2 കൾച്ചറൽ അബ്സോർപ്ഷൻ, അതുപോലെ
ടെൻഡൻസീസ് ഓഫ് മാൻ, റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് കൾച്ചർ. ഓരോന്നിന്റെയും ഹെഡിങ് ആണ്. ഫേസ് 1 കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈയിങ് ദ എൻവയോൺമെന്റ്. ഒരു എക്സാമ്പിൾ പോലെയാണ്. ഇനി ഏത് ടൈപ്പ് ഓഫ് ടെൻഡൻസീസ് ആണ് എക്സ്പ്ലോറിംഗ് വരുന്നത്? എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഓർഡർ അല്ലെ. ഇനി അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ എന്തില് വരുന്നുണ്ട്? എന്ത് കൾച്ചറിലാ വരുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യുക അല്ലെ. ടൂർ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, അത് നേച്ചറിനോട് ബന്ധപ്പെട്ടതാണ് അല്ലെ, റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് അല്ലെ? ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ലാംഗ്വേജ് വഴിയാണ് നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ്, അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. എന്താണ്? പ്യുവർ സയൻസ്. ഓരോ മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ക്യൂരിയോസിറ്റി, മഴ പെയ്യുന്നത് എന്താണ്? എക്സ്പീരിമെന്റ് അല്ലെ. ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലൂടെ. അതാണ് അവിടെ ജസ്റ്റ് എക്സാമ്പിൾ പോലെ റിലേറ്റ് ചെയ്യുന്നത്. എന്താണ്? പ്യുവർ സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിമെന്റ് ആണ്. ഓരോരോ മെത്തേഡ്സുകളും തിയറീസുകളും ഒക്കെ പഠിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് അല്ലെ. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അത് അധികം ഇതല്ല, ഇമ്പോർട്ടൻസ് അല്ല. ഇതിൽ നമ്മൾ 40 ടെൻഡൻസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് മോഡിഫിക്കേഷൻ ദ എൻവയോൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്സ് എൻഷുർ സർവൈവൽ ആൻഡ് കണ്ടിന്യൂറ്റി. എന്താണ്? കാൽക്കുലേഷൻ, വർക്ക്, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ടെൻഡൻസീസ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ടെക്നോളജി അല്ലെ, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ടെക്നിക്സ് വെച്ചിട്ടാണ്. വർക്ക് അല്ലെ, എന്താണ്? ഫിസിക്കൽ ആൻഡ് മെന്റൽ വർക്കുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്നോളജീസ്, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ അല്ലെ, ഇതൊക്കെ വരുന്നത് റിലേറ്റ് ചെയ്തത് എന്തിലാണ്? ടെക്നോളജീസ് ആണ്. അതുപോലെ പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ്, മോഡിഫിക്കേഷൻ, പെർഫെക്ഷനും അതുപോലെ ക്രിയേറ്റിവിറ്റിയുമാണ് അല്ലെ. ടെൻഡൻസീസ് ഓഫ് മെൻ എന്ന് പറഞ്ഞത് പെർഫെക്ഷൻ വരുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്, ആർട്ടാണ്, കലയാണ്. അറ്റൈനിങ് ദ പ്രോഗ്രസ് ഓഫ് അവർ അഡാപ്ഷൻസ്. ഓക്കെ, ഇൻഡിപെൻഡൻസ്, ഹിസ്റ്ററി. ഓക്കെ, ഓരോ കാര്യങ്ങളും നമ്മള് എന്താണ്? സ്വയം നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അധികം ഇമ്പോർട്ടൻസ് അല്ല കേട്ടോ. ഓക്കെ, നമ്മള് ടെൻഡൻസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് വെറുതമായിട്ട് പഠിക്കേണ്ടത് ഓരോന്നിന്റെ കൺസെപ്റ്റ് പഠിക്കാം. എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ ആണോ? ടെൻഡൻസീസ് ഇതോട് കൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആയോ? 3 ടെൻഡൻസീസ് പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ മിസ് ഓക്കെ. ഇനി അടുത്ത അരമണിക്കൂർ അശ്വതി മിസ് വരും കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മിസ്? ചോദിക്കാൻ മറന്നുപോയി. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നോ? കുഴപ്പമില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, മനസ്സിലായോ? ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ഈ ഗൂഗിൾ മീറ്റും വാട്സപ്പും കൂടെ കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ആയപ്പോ അങ്ങോട്ട് എന്താ ചെയ്യണ്ടേന്ന് കൊടുത്തില്ലാണ്ടായി. ഇതിന്റെ മാർക്ക് എപ്പോ മിസ് അറിയുന്നേ? മാർക്ക് അറിയില്ല, ഓഫീസിൽ അറിയിക്കുള്ളൂ കേട്ടോ. മിസ്സിന് അറിയില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ.